ഹലോ ഗായ്സ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ യൂട്യൂബിൽ ഈ പ്ലാന്റ്സ് വീഡിയോസ് കണ്ടിട്ട് എനിക്കൊരു ആഗ്രഹം പ്ലാൻ നഴ്സറിയിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു പ്ലാൻ നഴ്സറിയിൽ പോവാണ്. നോക്കട്ടെ, മോസ്റ്റ്ലി ഇപ്പോൾ തോന്നുന്നത് ഒരു ഓർക്കിഡ് ഐറ്റംസ് വാങ്ങാനാണ്. എങ്കിലും പുതിയ വല്ല വെറൈറ്റീസ് വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ നോക്കും. അപ്പം നോക്കട്ടെ, നമുക്കും കാണാം ഇവിടുത്തെ പ്ലാന്റ്സ് നിങ്ങൾക്കും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ये कितना है? इसका प्राइस पूछो तो भैया से। ये वाला 650 ऐसे ही होगा। ले ना दाम भाई। ये वाला ऑरेंज कलर, ये वाला भैया। ये बैम्बू है? हाँ, ये चाइनीज बम्बू है। നമ്മൾ വന്നപ്പോഴത്തേനുണ്ടല്ലോ ഭയങ്കര രാത്രിയായി, ഇരുട്ടും കുത്തി കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസൊന്നും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അതേപോലെ ഞാൻ ചെറിയൊരു ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബെറ്ററാണ് വീട്ടിൽ പോയിട്ട് വാങ്ങിയത് എന്താണെന്ന് നമുക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എന്തായാലും എടുക്കാൻ പറ്റിയത് ഞാൻ ഉള്ള ലൈറ്റിൽ, ബിക്കോസ് അവിടെ ഞങ്ങൾ മെയിനായിട്ട് പോയ സ്ഥലത്ത് ലൈറ്റേ ഉണ്ടായിരുന്നില്ല, എല്ലാവരും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും അയ്യോടാന്നായിപ്പോയി. പക്ഷേ ഞാൻ ഫോണിൻ്റെ ടോർച്ച് ലൈറ്റൊക്കെ അടിച്ചിട്ടാണ് ഞാൻ ചെടികൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ഓക്കെ, വാങ്ങിച്ച് എന്താണെന്ന് നമുക്ക് കാണാമെന്ന് വിചാരിച്ചു. ഒരു കുറച്ചായിട്ടേ വാങ്ങിയിട്ടുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ മര്യാദയ്ക്ക് പ്ലാൻ നഴ്സറിയുടെ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിലിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ ഒരുപാട് ട്രക്കുകളും അവിടെ വെറൈറ്റി ഫുഡ്സ് ഐറ്റംസും ഉണ്ടായിരുന്നു. സോ ബോണി പറഞ്ഞു നമുക്ക് അവിടെ പോയിട്ട് ഇന്ന് നൈറ്റ് ഡിന്നറിന് വേണ്ടിയിട്ട് പാക്ക് ചെയ്യാം, കുറച്ച് അവിടെ നിന്നും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ വന്നു കേട്ടോ. നമ്മളിവിടെ വരാറുള്ള സ്ഥലമാണ് കേട്ടോ ആക്ച്വലി. പിന്നെ ഒരു ഗ്യാപ്പ് വന്നു, ഇപ്പോൾ ദാ ഫൈനലി ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. ഞാൻ ഒരു മാംഗോ മിൽക്ക് ഷേക്കും ബോണി ഒരു ലെമണേഡും എടുത്തു. പിന്നെ ഇപ്പോഴത്തേക്ക് ഹെവി ആയിട്ടൊന്നും കഴിക്കണമെന്ന് വിചാരിച്ചു. എനിവേ നമ്മൾ വീട്ടിലേക്ക് പാക്ക് ചെയ്യുകയാണല്ലോ, അപ്പോൾ എന്തായാലും ഈ ജ്യൂസ് കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇവിടെ എന്ന് വെച്ചു. പിന്നെ അപ്പോൾ നമ്മൾ ഡിന്നറിന് വേണ്ടി ഷവർമ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ ഫൈനലി. ഇനിയിപ്പോൾ വീട്ടിൽ പോയി കഴിച്ച് ഷാപ്പിട്ട് നല്ലപോലെ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. എന്താ ഈ 5 ഐറ്റം കേട്ടോ ഞാൻ വാങ്ങിയത്. ലാസ്റ്റ് ക്ലിപ്പിൽ കണ്ട ചൈനീസ് ബാമ്പു അല്ലേ, ചൈനീസ് ബാമ്പു. പിന്നെ ഇതിൻ്റെ പേരുകൾ എന്താണെന്ന് എനിക്ക് അത്ര പിടുത്തമില്ല കേട്ടോ. ഈ ഒരെണ്ണം വാങ്ങി. പിന്നെ അതേ ഡെൻഡ്രോബിയ തന്നെ വേറൊരു വെറൈറ്റി വെള്ള കളറുള്ളൊരു ഓർക്കിഡ് ഞാൻ വാങ്ങി. പിന്നെ ഇത് ടേർട്ടിൽ വൈൻ ആണെന്ന് തോന്നുന്നേ, പക്ഷേ അതുപോലെ വട്ടത്തിലുള്ള ഇലയല്ല, പക്ഷേ എനിക്ക് ആ ടെക്സ്ചർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് വാങ്ങി. പിന്നെ അതേപോലെ തന്നെ തൂങ്ങിക്കിടക്കുന്ന ഇപ്പുറത്തും ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. ഈ സാധനം നമ്മളുടെ മറ്റേ ഇതില്ലേ മണി പ്ലാന്റ്, ആ ഒരു കളർ കോമ്പിനേഷനാണ്, അതല്ല അതുപോലെ കിടക്കുന്നൊരു സംഭവം. അപ്പോൾ പിന്നെ മിനി ബാമ്പൂൻ്റെ നമുക്ക് ക്ലോസപ്പിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് എന്തായാലും ഈ കളർ ഈ ഇല ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക്. അപ്പം ഇനിയിപ്പോൾ അത് പ്രൊപ്പഗേറ്റ് ചെയ്യണം. ഇതിന് നല്ല മണമാണ് കേട്ടോ. നല്ല മണം എന്ന് പറഞ്ഞാൽ നമ്മൾ വാതിൽ തുറന്നപ്പോൾ തന്നെ ഈ കുഞ്ഞു പൂക്കളാണെന്നുണ്ടെങ്കിലും അതിൻ്റെ മണം ഒരു നല്ല മണമായിരുന്നു. ആർക്കെങ്കിലും പേര് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെ ഈ ചൈനീസ് ബാമ്പുവും വാങ്ങി. ഇത് ഞാൻ ചോദിച്ചു ഭയങ്കരമായിട്ട് പൊക്കം വെക്കുമോ, ഇല്ല ആദ്യം നമ്മൾ വെട്ടിക്കൊടുത്താൽ മതി, ഈ പൊക്കം നിലനിർത്തിക്കോളും എന്നാണ് മറ്റേ നമ്മളെ കടയിലുള്ള ആ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത്. നോർമലി ഇത്തിരി കൂടുതൽ വാങ്ങുന്നതാണ്, എന്നാലും ഇപ്പോൾ ഇത് വെച്ച് മതിയെന്ന്. കാരണം ലൈറ്റും ഉണ്ടായിരുന്നില്ല, എനിക്ക് എന്താണോ വേണ്ടതെന്ന് സെലക്ട് ചെയ്യാൻ പോലും പറ്റില്ല ആ സമയത്ത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിത് എവിടേക്കാണ് വെക്കുന്നതെന്നും കൂടെ ഞാൻ കാണിച്ചു തരാവേ. എല്ലാം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യണമല്ലോ. അപ്പോൾ ഇയാളെ ഞാൻ ഇവിടേക്ക് മാറ്റി. കാരണം ഇതിത്തിരി ഹൈറ്റും ഇങ്ങനെ വളരുന്ന കാരണം ഇവിടെ അധികം വെച്ചിട്ടുമല്ല ഞാൻ വേറെ ഒന്നും. അപ്പോൾ ഞാൻ ഇവിടെ ഇത് സ്ഥിതി ചെയ്യിച്ചു. പിന്നെ നമ്മളെ ചൈനീസ് ബാമ്പൂനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടോ. പക്ഷെ ഇപ്പോൾ ഞാൻ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ്. ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പുള്ളിക്കാരന് അത്ര ലൈറ്റ് കിട്ടാത്ത കാരണം കുറച്ച് ചെറുതായിട്ടൊന്നും എല്ലാം മഞ്ഞിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെയാണ് വെച്ചിരിക്കുന്നതെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനത് മാറ്റി നമ്മളെ ജനലിൻ്റെ അവിടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇയാളും ഉണ്ട്, സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്.
പിന്നെ നമ്മൾ ഈ വള്ളിച്ചെടീനെ നമ്മൾ കുറച്ച് വേറെ ജനലിലോട്ട് കൊണ്ട് വെച്ചിട്ടോ. ഇതിൻ്റെ നീളമുള്ള നീണ്ടു കിടക്കുന്ന കാരണം ഇവിടെ ഇരുന്നോട്ടെ. ഇനിയിപ്പം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇനി ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഞാൻ നോക്കട്ടെ കേട്ടോ, അത് വളർന്ന് കിട്ടുമോയെന്ന് അറിയട്ടെ. എങ്കിലും നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിലേതെങ്കിലും എനിക്ക് ആ ചൈനീസ് ബാമ്പുവിൻ്റെ പേര് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ ഏതെങ്കിലും ചെടികളുടെ പേര് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ. ടേക്ക് കെയർ.